കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ ഇല്ല. ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് അതുതന്നെയാണ്. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ തള്ളുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ആ രീതിയിൽ തന്നെയാണ് ഇന്ന് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. സ്വാതി ദില്ലിയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ തള്ളി എന്നതാണ്. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ ആവശ്യമില്ല, അത് വേണ്ട എന്നത് തന്നെയാണ് ഇന്ത്യയുടെ എക്കാലത്തെ നിലപാട്. അതിൽ ഇത്തവണയും മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു വിദേശകാര്യ വക്താവ്. തീർച്ചയായും മനു, അത്തരത്തിൽ തന്നെയാണ്. ഈ ട്രംപിന്റെ അവകാശവാദങ്ങളെയൊക്കെയും പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ സംസാരിച്ചിട്ടുള്ളത്. ഈ വെടിനിർത്തൽ സംബന്ധിച്ച സൈനിക തലത്തിൽ നടന്ന ചർച്ചയാണ്. അതോടൊപ്പം തന്നെ കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടൊരു മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ല, അത് അനുവദിക്കില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ പാക് അധീന കശ്മീർ ഇന്ത്യക്ക് കൈമാറണം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നയം. അതിൽ മൂന്നാം കക്ഷിയുടെ ആവശ്യം ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പാക് അധീന കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയം കാലങ്ങളായുള്ളതാണ്. അതിൽ ഇന്ത്യയുടെ നയത്തിൽ നിന്നും പിന്മാറാൻ മാറ്റം ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ സന്നദ്ധതയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വ്യക്തത കൂടി ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയുവാൻ വേണ്ടി കഴിയുന്നത്. കാരണം വെടിനിർത്തൽ സന്നദ്ധത ആദ്യം അറിയിച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക തലത്തിൽ മാത്രമാണ് ഈ ചർച്ച നടന്നിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സൈനിക തലത്തിൽ മാത്രം നടന്ന ചർച്ച, അതിൽ പാകിസ്ഥാൻ സന്നദ്ധത അറിയിച്ചു. അതേസമയം തന്നെ ഇന്ത്യയുടെ നയം സംബന്ധിച്ച് മറ്റു രാജ്യങ്ങൾ ചിലപ്പോൾ പാകിസ്ഥാനുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഇങ്ങനൊരു മൂന്നാം കക്ഷി ഇതിൽ നിന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടതാണ്. സിന്ധു നദീജല കരാറ് മരവിപ്പിച്ച നടപടി ഇനിയും തുടരും എന്നുള്ളത് കൂടി അദ്ദേഹം വ്യക്തമാക്കി തന്നെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഭീകരവാദത്തിന് എതിരെ അല്ലെങ്കിൽ ഭീകരവാദം എന്ന് അവസാനിപ്പിക്കുന്നു, അതിനുശേഷം മാത്രമായിരിക്കും ഈ മരവിപ്പിക്കൽ നടപടി പുനഃപരിശോധിക്കുക എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരവിപ്പിക്കൽ നടപടിയിൽ നിന്നും പിന്നോട്ടില്ല, അത് തുടരുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യയും US തമ്മിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് സംസാരം അല്ലെങ്കിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ വ്യാപാരം സംബന്ധിച്ച ചർച്ച ആ സംസാരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വെടിനിർത്തലിന് പിന്നാലെ തന്നെ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ശക്തമായുള്ള തിരിച്ചടി ഇന്ത്യ നടത്തും. അതോടൊപ്പം തന്നെ ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഭീകരവാദ സംഘടനയായി തന്നെ പ്രഖ്യാപിക്കണം. ഇക്കാര്യം സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അടക്കം ആവശ്യപ്പെടുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിന് സംബന്ധിച്ച് അല്ലെങ്കിൽ ഭീകര സംഘടനയാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളടക്കം ഇന്ത്യ കൈമാറും എന്നുള്ളതും ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യ തകർത്തിട്ടുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ, പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ തുടരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെയൊക്കെയും പൂർണ്ണമായും തള്ളിക്കൊണ്ട് ആ ഭീകരവാദം എന്ന് അവസാനിപ്പിക്കുമോ അതിനനുസരിച്ച് മാത്രമായിരിക്കും ഇന്ത്യ നടപടികളുമായി മുന്നോട്ട് പോവുക. ഏകദേശം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ആശങ്കകൾ സംബന്ധിച്ച് ഒരു വ്യക്തത കൂടി ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ട്രംപിന്റെ അവകാശവാദം പൂർണ്ണമായും പൊളിഞ്ഞു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. മനു.